പോലീസ് നിയമന തട്ടിപ്പ് കേസിൽ ശരണ്യയുടെ ഇടനിലക്കാരൻ നൈസലിന്റെ ഉന്നത ബന്ധങ്ങളുടെ തെളിവുകൾ പുറത്ത്. നൈസലിന് മന്ത്രിമാരുമായി അടുത്ത ബന്ധം. KPCC അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നൈസൽ നിൽക്കുന്ന ചിത്രം പീപ്പിൾ TV പുറത്തുവിടുന്നു. ആഭ്യന്തരമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് ശരണ്യ നേരത്തെ രഹസ്യമൊഴി നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെന്റ് ശരണ്യയുടെ മൊഴി നമ്മൾ പുറത്തുവിട്ടപ്പോൾ ഒരുപക്ഷെ ചർച്ചയിൽ പങ്കെടുത്ത ഷുക്കൂർ അടക്കമുള്ളവർ വളരെ വ്യക്തമായി ഖണ്ഡിച്ച കാര്യം നൈസലിനെ അറിയില്ല, മണ്ഡലം സെക്രട്ടറി എന്ന് പറയുന്ന നൈസലുമായി യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒരു വ്യക്തിയെ അറിയുകയില്ല എന്നാണ് ഒരുപക്ഷെ പറഞ്ഞത്. ഈ വാർത്ത ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുമ്പോൾ വ്യക്തമായി നൈസലിന് ആരോടൊക്കെയാണ് ബന്ധം, ചിത്രങ്ങളിൽ ഒപ്പം നിൽക്കുന്നവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല, അറിയുന്നവരാണ്. MP മാരടക്കം KPCC അധ്യക്ഷനടക്കമുള്ളവരുമായിട്ടാണ് നൈസൽ നിൽക്കുന്നത്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ബന്ധങ്ങൾ പുറത്തേക്ക് വരുന്നത്? പ്രജീഷ്, പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് പറഞ്ഞത് കോൺഗ്രസുമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല, നൈസിൽ ഒരു തട്ടിപ്പുകാരനാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇയാളെ ചിത്രീകരിച്ചത്. മാത്രമല്ല, അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും വിളിച്ചിരുന്നു. അവരും ഇയാൾക്കെതിരെ, അതായത് നൈസിൽ കോൺഗ്രസുമായിട്ട് ഇത്തരത്തിൽ അടുത്ത ബന്ധവും പുലർത്തുന്ന ഒരാളല്ല, അയാളെ ഞങ്ങൾക്കറിയില്ല എന്ന നിലപാടാണ് അവർ വെച്ചത്. പക്ഷേ ഈ ചിത്രങ്ങൾ അതിനുശേഷം ഇയാളുടെ ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളാണ്. കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. നമുക്കറിയാം, KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ K ബാബു അടക്കമുള്ള കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇദ്ദേഹം പുലർത്തിയിരുന്നെന്നുള്ളത് വ്യക്തമാണ്. ഈ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത്. ഇയാളാണ് ശരണ്യയെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെത്തിക്കുന്നതും ആഭ്യന്തരമന്ത്രിയുമായി പരിചയപ്പെടുത്തുന്നതും ഈ തട്ടിപ്പിനൊക്കെ കൂട്ടുനിന്ന ശരണ്യയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് നൈസൽ. പക്ഷെ ഇയാളെ പോലീസ് ഇതുവരെ പിടികൂടുന്നതിനോ അല്ലെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതിനോ തയ്യാറായിട്ടില്ല. കാരണം ഇയാളെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഉന്നത ബന്ധങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇതുവരെ കസ്റ്റഡിയെടുക്കാനോ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറാകാതിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് തൃക്കുടപ്പുഴ SI അവിടുത്തെ പോലീസുകാരനെയും കഴിഞ്ഞ ദിവസം അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെയോ അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരെയോ തൊടാൻ പോലീസ് തയ്യാറാകുന്നില്ല. വ്യക്തമാണ്. ഷാജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.